ഒടുവിൽ കോൺഗ്രസിൽ ഒരു ആൺകുട്ടിയുടെ ശബ്ദം കേട്ടിരിക്കുകയാണ്. എത്ര വർഷമായി? 2016-17 കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ശശി തരൂരിന്റെ ഈ വിമത നീക്കം. വിശ്വപൗരനാണ് എന്ന് പറയുന്ന മോദിയെ അനുകൂലിക്കുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ശശി തരൂർ കോൺഗ്രസിനെതിരെ ഒരു ശക്തമായി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാവുന്നു. നോക്കൂ, ഏറ്റവും അവസാനം കോൺഗ്രസിന് അങ്ങനെ പ്രതികരിക്കാൻ വയ്യാതെ, ഒരു രീതിയിലുമുള്ള നീക്കങ്ങൾ ശശി തരൂരിനെതിരെ എടുക്കാൻ വയ്യാതെ AICC അടക്കമുള്ളവർ നിശബ്ദമായപ്പോൾ കോൺഗ്രസിൽ കേരളത്തിൽ നിന്നൊരാൺകുട്ടിയുടെ ശബ്ദം, ശശി തരൂർ പോകുന്നെങ്കിൽ പോട്ടെ, ഒരു സംശയവുമില്ലതിൽ, കോൺഗ്രസിൽ നിൽക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകളെ അനുകൂലിച്ച് നിൽക്കണം. ശശി തരൂർ പോയി എന്നുള്ളത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടവും കോൺഗ്രസിനുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ശശി തരൂർ BJP-യിൽ പോയാൽ യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളും ശശി തരൂരിന് BJP-യിൽ നിന്ന് കിട്ടുകയുമില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നു. ഏറ്റവും ശക്തമായ നിലപാടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂരിനെതിരെ എടുത്തിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. KC അടക്കം AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ ശശി തരൂരിനെതിരെ മിണ്ടാതിരുന്നവരടക്കം ഇങ്ങ് നിലമ്പൂരിൽ എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ നിശബ്ദത പാലിച്ചതടക്കം ശശി തരൂർ വലിയ രീതിയിൽ കോൺഗ്രസിന് വിധേയനാകേണ്ടയാളല്ല. ശശി തരൂർ വലിയ രീതിയിലുള്ള ഒരു ഇമേജ് ഉള്ള ആളാണ്. മലയാളി പോലും ആകേണ്ട ആളല്ല, കേരളത്തിൽ ജീവിക്കേണ്ട ആളല്ല, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ആളല്ല. വലിയ രീതിയിലുള്ള സ്വീകാര്യതയുമായി എവിടെയോ ജനിച്ച് എവിടെയോ ജീവിക്കേണ്ടയാൾ എന്ന രീതിയിൽ ശശി തരൂർ ഇങ്ങനെ കോൺഗ്രസിനകത്തൊരു നിലപാടുണ്ടാക്കിയെടുക്കുമ്പോൾ, ഒരു നീക്കങ്ങൾ നടത്തിയെടുക്കുമ്പോൾ ശശി തരൂരിനെതിരെ പ്രതികരിക്കാൻ, ശശി തരൂരിന്റെ നീക്കങ്ങൾക്കെതിരെ അപലപിക്കാനൊന്നും കോൺഗ്രസ് വിമുഖത കാണിക്കുന്നിടത്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശക്തമായി നട്ടെല്ലോടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എവിടെയും ശക്തമായി നട്ടെല്ലുറപ്പോടെ കാര്യങ്ങൾ പറയുന്നതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ അന്നും ഇന്നും എന്നും ഒരു ശക്തമായ നിലപാട് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ശശി തരൂർ വിഷയത്തിൽ മറ്റു നേതാക്കൾ സ്വീകരിക്കുന്ന നിലപാടിനെ പരിഗണിക്കാതെ, AICC നേതൃത്വത്തിന്റെ നിലപാട് പരിഗണിക്കാതെ, കേരളത്തിലെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുഖമായ KC വേണുഗോപാലിന്റെ നിലപാടുകളെ പോലും പരിഗണിക്കാതെ തനിക്ക് തോന്നിയ നിലപാട് ശക്തമായി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ശശി തരൂർ പോകുന്നെങ്കിൽ പോട്ടെ, BJP-യിൽ പോയാലും വലിയ രീതിയിലുള്ള സ്വീകാര്യത ഉണ്ടാവാൻ സാധ്യതയില്ല. ഇനി കോൺഗ്രസിൽ ശശി തരൂർ പോയത് കൊണ്ട് ഈ ഒരു ചുക്കും സംഭവിക്കാനില്ല. കോൺഗ്രസിൽ നിൽക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട്, കോൺഗ്രസിന്റെ ആശയങ്ങളിൽ ചങ്കുറപ്പോടെ നിൽക്കുന്ന നേതാവായി മാറുക. അവിടെയും ഇവിടെയും ചവിട്ടി നിൽക്കുന്ന ഈ അവസ്ഥ ശശി തരൂർ അവസാനിപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നു.